ഈ റിപ്പോർട്ട് സൂക്ഷിക്കണമെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിലെ സാമൂഹ്യാവസ്ഥയിലും കുടുംബ ബന്ധങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചത്. സോഷ്യൽ മീഡിയ നമ്മെ നിയന്ത്രിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിത മൂല്യങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു തലമുറ. ദമ്പതികൾ തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെക്കാൾ സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ. ലിവിംഗ് ടുഗദർ റിലേഷനും എക്സ്ട്രാ റിലേഷൻഷിപ്പും ഒക്കെ ഒരു തെറ്റല്ലെന്ന് ചിന്തിക്കുന്നവർ. സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും പലരും അറിയുന്നു പോലുമില്ല. ആലപ്പുഴ പൂച്ചാക്കലിലെ വീട്ടിൽ മകൾ ഗർഭിണിയായതും പ്രസവിച്ചതും മാതാപിതാക്കൾ അറിഞ്ഞില്ല എന്നത് പോലീസിനെ പോലും അമ്പരപ്പിച്ചു. നവജാത ശിശുവിന്റെ മരണം കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്തുമ്പോൾ പല ദുരൂഹതകളും ബാക്കിയാണ്. ആ കേസിലേക്കാണ് പോലീസ് പെട്രോൾ ആദ്യം പോകുന്നത്. സ്വാഗതം. ആലപ്പുഴ പൂച്ചാക്കലിലെ വീട്ടിൽ ഇപ്പോഴും ഒരു കുരുന്നിന്റെ ചോരയുടെ ഗന്ധമുണ്ട്. ജനിച്ച ഉടൻ പുറത്തു കേട്ട നവജാത ശിശുവിന്റെ കരച്ചിൽ അവളുടെ അമ്മയെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടാകാം. പിന്നീട് ആ കുഞ്ഞിന് എന്താണ് സംഭവിച്ചതെന്ന് ആകെ അറിവുള്ളത് ഒരാൾക്ക് മാത്രമാണ്. ഡോണ എന്ന യുവതിയുടെ മൊഴികൾ കൊലപാതകമെന്ന സൂചനകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രസവശേഷം കുഞ്ഞ് കരഞ്ഞിരുന്നുവെന്ന് ഡോണ ഡോക്ടറോട് സമ്മതിച്ചതായി മൊഴിയുണ്ട്. പ്രസവം നടന്ന് 24 മണിക്കൂറിന് ശേഷം യുവതി കുഞ്ഞിനെ കാമുകന് കൈമാറുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നില്ല. പ്രസവം നടന്നത് ഡോണയുടെ വീട്ടിലെ മുറിയിലാണെന്നും അവശേഷിച്ച രക്തക്കറ കണ്ട് അമ്മ ചോദിച്ചപ്പോൾ മാസമുറ ആണെന്നാണ് മറുപടി നൽകിയതെന്നും വ്യക്തമായി. പൂച്ചാക്കലിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി സംസ്കരിച്ച കേസിൽ നിർണായകമായ വഴിത്തിരിവിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി പോലീസിന് ലഭ്യമായിരിക്കുന്നു. അത് ഈ പെൺകുട്ടിയെ, അതായത് കുട്ടിയുടെ അമ്മയെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർ നൽകിയ വിവരമാണ്. അതായത് ഈ കുട്ടി ജനിച്ചതിന് ശേഷം, അതായത് പ്രസവിച്ചതിന് ശേഷം പിന്നീട് കുട്ടി കരഞ്ഞിരുന്നു എന്ന ഈ യുവതി ഡോക്ടറോട് സംബന്ധിച്ചായുള്ള വിവരമാണ് ഡോക്ടർ പോലീസിന് കൈമാറിയിരിക്കുന്നത്. നമുക്കറിയാം, പോസ്റ്റ്മോർട്ടത്തിലടക്കം ഈ കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെ മരണപ്പെട്ടു എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ തേടാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ബോഡി ജീർണിച്ച അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ അത് കൃത്യമായ ഒരു ഫലം കാണാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴിയാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത്. അതായത് ഈ കുട്ടി പ്രസവത്തിന് ശേഷം കരഞ്ഞിരുന്നു എന്ന യുവതി ഡോക്ടറോട് പറഞ്ഞിരുന്നു എന്നുള്ള വിവരമാണ് ഡോക്ടർ കൈമാറിയിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കുട്ടി പ്രസവത്തിന് ശേഷം, അതായത് കുട്ടി ജനിച്ച് 24 മണിക്കൂറിന് ശേഷമാണ് ആൺ സുഹൃത്തായ തോമസിന് ഡോണ കുട്ടിയെ കൈമാറിയിട്ടുള്ളത് എന്നുള്ള സ്ഥിരീകരണമാണ്. അതായത് 7 രാത്രി പുലർച്ചെ 1:30 നവജാത ശിശുവിന് ജന്മം നൽകുന്നു. അതിനുശേഷം പിന്നീട് ഈ കുട്ടിയെ അന്ന് രാത്രി 7:30 ഡോണ തോമസിന് ഇത്തരത്തിലൊരു പ്രസവം നടന്നുവെന്നും കുട്ടി മരിച്ചുപോയി എന്നുള്ള വിവരം അറിയിക്കുന്നത് 8 പുലർച്ചെ, അതായത് 24 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് തോമസിന്റെ കയ്യിലേക്ക് കുഞ്ഞെത്തുന്നത്. അപ്പോഴത്തേക്കും കുട്ടി മരിച്ചിരുന്നു എന്നുള്ള തോമസിന്റെ മൊഴി അത് വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഡോണയുടെ വീട്ടിലാണ് പ്രസവം നടന്നത്. ഡോണയുടെ മുറിയിലാണ്. രാത്രി പ്രസവത്തിന് ശേഷം ഡോണ ആ മുറി കഴുകി വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. മുറിയിൽ രക്തക്കറ കണ്ട അമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് മാസമുറയാണ് എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നും അന്വേഷണ സംഘം പറയുന്നു. ഡോണയെ വിശദമായി അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്യും. മാത്രമല്ല, മറ്റ് 2 പേർ, അതായത് ആൺസുഹൃത്തായ തോമസിനും തോമസിന്റെ കൂട്ടുകാരൻ അശോകിന്റെയും കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണ്ടിയുള്ള നീക്കവും പോലീസ് നടത്തിയിട്ടുണ്ട്. പ്രധാനമായും പോലീസ് വിശ്വസിക്കുന്നത് ഈ തോമസും അതുപോലെ തന്നെ തോമസിന്റെ സുഹൃത്തായ തകഴി സ്വദേശിയുടെ വീടിന്റെ പരിസരത്തുള്ള കൊലനോടി പാടശേഖരത്തിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും ഈ കേസിനകത്ത് ഈ കുട്ടി മരിച്ച ശേഷം മാത്രമാണ് കുട്ടിയെ ഇവരുടെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ളത്. നിയമപരമായ സാധ്യതകളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ ഇവർ മറവ് ചെയ്യുകയായിരുന്നു എന്നുള്ളത് ഇവരുടെ മൊഴി വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഡോണയും അതിന് സമാനമായ രീതിയിലുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അതായത്
ഗർഭാവസ്ഥയെ സംബന്ധിച്ചോ പ്രസവത്തെ സംബന്ധിച്ചോ താൻ വിവരം നൽകുന്നതിനപ്പുറത്തേക്ക്, അതായത് ഈ കഴിഞ്ഞ 7-ാം തീയതി വിവരം നൽകുമ്പോൾ മാത്രമാണ് തോമസിന് അറിയാമായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിനു മുമ്പ് തോമസിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു വിവരവും ഇല്ല എന്നുള്ളതാണ് ഡോണ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും അന്വേഷണ സംഘവും ഇത് വിശ്വാസത്തിലെടുത്ത് തന്നെയാണ് പോകുന്നത്. തെളിവ് നശിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങളും, ഒപ്പം ഈ കുട്ടിയെ പ്രസവിച്ച ശേഷം വീടിന്റെ ടെറസിൽ സൺഷെയ്ഡിലാണ് പൊതിഞ്ഞു സൂക്ഷിച്ചിരുന്നത്. പിന്നീട് അത് വീടിന്റെ സ്റ്റെയർകേസിനടിയിലേക്ക് കുട്ടിയെ ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കവറിനകത്താണ് കുട്ടി ഉണ്ടായിരുന്നത്. മാത്രമല്ല സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് പൊക്കിൾ കൊടി മുറിച്ചിട്ടുണ്ട്. പക്ഷേ അത് ക്ലിപ്പ് ചെയ്യുകയോ മറ്റ് ടേപ്പ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. രക്തം വാർന്നു പോകുന്നതിനടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ പരിഗണിച്ച് തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഈ കേസിൽ കൊലപാതക സാധ്യതയുണ്ടോ എന്ന് ഉള്ള ഒരു സാധ്യത തള്ളാതെ തന്നെയാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. സംസ്ഥാനത്തെ ആദ്യ സദാചാര കൊലപാതകം നടന്ന കോഴിക്കോട്ടെ കൊടിയത്തൂർ എന്ന ഗ്രാമം. ഷഹീദ് ബാബ എന്ന യുവാവിനെ 13 വർഷം മുൻപാണ് സദാചാര ഗുണ്ടകൾ സംഘം ചേർന്ന് ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഷഹീദിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 പ്രതികൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. എന്നിട്ടും ആ നാടിന് മാറ്റമുണ്ടായോ? സദാചാര ഗുണ്ടകൾ വീണ്ടും കൊടിയത്തൂരിൽ അഴിഞ്ഞാടുകയാണ്. ചാത്തമംഗലം സ്വദേശി ആബിദ് എന്ന ചെറുപ്പക്കാരനെ കഴിഞ്ഞ ദിവസമാണ് അക്ഷയ സെന്ററിൽ നിന്നും ബലമായി പിടിച്ചിറക്കി കാറിൽ കയറ്റിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ അക്ഷയ സെന്ററിലെ ജീവനക്കാരിയുടെ ഭർത്താവിനും സംഘത്തിനുമെതിരെ പോലീസ് കേസെടുത്തു. സംസ്ഥാനത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സദാചാര കൊലപാതകമായിരുന്നു ഷഹീദ് ബാബ കൊലക്കേസ്. ഈ കൊലപാതകം നടന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലാണ് നാടിനെ ഞെട്ടിച്ച് പട്ടാപ്പകൽ സദാചാര ഗുണ്ടാ ആക്രമണം നടന്നത്. ചുള്ളിക്കാപ്പറമ്പിലെ അക്ഷയ സെന്റർ നടത്തിപ്പുകാരനായ ചാത്തമംഗലം പാഴൂർ സ്വദേശി ആബിദിനെ പട്ടാപ്പകൽ സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ആക്രമണത്തിൽ തലയോട്ടിക്കും വാരിയലിനും പൊട്ടലേറ്റ് ഗുരുതരാവസ്ഥയിലായ യുവാവ് അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അക്ഷയ സെന്ററിലെ ജീവനക്കാരിയുടെ ഭർത്താവും മറ്റുള്ളവരും ചേർന്ന് കാറിൽ വെച്ചും തുടർന്ന് അരീക്കോട്ടുള്ള ജീവനക്കാരിയുടെ ഭർത്താവിന്റെ സഹോദരന്റെ വീട്ടിൽ വെച്ചും ക്രൂരമായി മർദ്ദിച്ചതായി ആബിദ് പറഞ്ഞു. എൻ്റെ ആധാർ എടുക്കുന്ന സ്റ്റാഫിനെ ആരെ ഫോൺ ചെയ്ത് പീടികയിൽ വരാൻ പറഞ്ഞു. വാപ്പനെ എന്തോ സാധനമായി എടുക്കാണ്ട് പറഞ്ഞ് അപ്പം എന്നോട് ഈ ആധാർ ഫുള്ളാക്കാൻ പറഞ്ഞു. ഞാൻ ഫുള്ളാക്കുന്നതിൻ്റെ ഇടയിൽ മറ്റുള്ള വേറെ കൊണ്ടുപോയി. അതിൻ്റെ ശേഷം എന്നെ 2 വന്നോളൂ, ഹസ്ബൻഡും വേറെ അത് 2 വന്നിട്ട് പിടിച്ചു കൊണ്ടുപോയി. പിന്നെ വെയ്ക്കൊന്ന് തച്ച് പിന്നെ ഒരു കാറിൽ കയറ്റിയിട്ട് ഒരു മലപ്പുറം ജില്ലയിലെ ഒരു വീടിൻ്റെ ഒരു ഏട്ടൻ്റെ വീടിൻ്റെ കൊണ്ടുപോയിട്ട് റൂമിലേറ്റി അവിടുന്ന് കുറേ തച്ച് എന്നിട്ട് ഞാൻ ബോധമൊക്കെ ഏകദേശം പോയിന്. പിന്നെ എൻ്റെ നാട്ടിലെ ആൾക്കാരും ചുള്ളിക്കാറമ്പുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് രക്ഷപ്പെടുത്തിയതാണ്. അതിക്രൂരമായ ആക്രമണമാണ് നടന്നതെന്നും കേസുമായി മുന്നോട്ട് പോകുമെന്നും ആബിദിന്റെ അമ്മാവൻ അബ്ദുള്ള മാസ്റ്റർ വ്യക്തമാക്കി. നിയമപക്ഷ അതിൻ്റെ എല്ലാ വർഷവും അതേ പോലീസ് കേസ് എല്ലാ കാര്യങ്ങളും എല്ലാ ലെവലിലും കേസ് കൊടുത്തിട്ട് ഞങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോകും. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറില്ല. കാരണം എൻ്റെ കുട്ടീനെ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ അമ്മാവനാണ് കുട്ടീൻ്റെ ഇങ്ങനെ ആക്കിയിട്ട് കുട്ടീനെ പ്രതികാരം ചെയ്യാതെ, അതായത് പോലീസിൽ ഞങ്ങൾ നിയമം അനുസരിക്കുന്ന ആൾക്കാരാണ്. ഓലന്മാർ ഗുണ്ടായിസല്ല. ഏത് ലെവലിലും പനി എന്ത് വന്നാലും വേണ്ടിയില്ല. കാരണം എൻ്റെ കുട്ടീനെ അങ്ങനെ ആക്കിയിട്ടുണ്ട്. സംഭവത്തിൽ മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വധശ്രമം, തട്ടിക്കൊണ്ടുപോകൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തത്. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാവുമെന്നും മുക്കം പോലീസ് അറിയിച്ചു. അക്ഷയ സെന്ററിൽ നടന്ന ആക്രമണത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗം പ്രതിഷേധിച്ചു. ന്യൂസ് 18 മുക്കം. പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം മുൻപേ പരസ്യമായ രഹസ്യമാണ്. എന്നാൽ കൊല്ലം ചടയമംഗലത്ത് ഒരു വധശ്രമ കേസിലെ പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണ സംഘത്തിൽ പോലീസിനൊപ്പം ഗുണ്ടകളും. പ്രതിയെ പിടികൂടാൻ ഗുണ്ടകളുടെ സഹായം തേടിയ SIക്ക് ഒടുവിൽ കിട്ടിയത് 8ന്റെ പണി. കൊട്ടാരക്കര DYSP അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ SI അടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആളുമാറി ദളിത് യുവാവിനെയും ഭാര്യയെയും പിടികൂടി മർദ്ദിച്ച കേസിലാണ്
SI മനോജിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. വധശ്രമക്കേസിലെ പ്രതിയെന്ന് കരുതി ദളിത് യുവാവായ സുരേഷിനെയും ഭാര്യയെയും പിടികൂടി ക്രൂരമായി മർദ്ദിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്ത സംഭവത്തിലാണ് നടപടിയുണ്ടായിരിക്കുന്നത്. കൊല്ലം ചടയമംഗലത്ത് SI ആയിരിക്കെയാണ് മനോജ് ഗുണ്ടകളെയും കൂട്ടി പ്രതിയെ പിടിക്കാനിറങ്ങിയത്. ആളുമാറിയതാണെന്നും താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സുരേഷ് ആവർത്തിച്ചു പറഞ്ഞിട്ടും SI മനോജ് ഇയാളെ വെറുതെ വിട്ടില്ല. സുരേഷിനെ മർദ്ദിച്ചെന്നും കൈകളിൽ വിലങ്ങിട്ട് കുരിച്ചു നിർത്തി ഇടിച്ചെന്നുമായിരുന്നു കുടുംബത്തിന്റെ പരാതി. സുരേഷിന്റെ ഭാര്യയെയും ഇവർ ആക്രമിച്ചിരുന്നു. ഒരു പോലീസുകാരനും 3 ഗുണ്ടകളുമാണ് SI മനോജിന്റെ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നതെന്ന് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ചടയമംഗലത്ത് ജോലി ചെയ്യുന്നതിനിടെ മേഖലയിലെ ഗുണ്ടകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന SI ഒടുവിൽ പ്രതികളെ പിടികൂടാനും ഗുണ്ടകളെ ഉപയോഗിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷിനെ പിന്നീട് വീടിന് സമീപത്തെ റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കാട്ടാക്കട സ്റ്റേഷൻ പരിധിയിലെ വധശ്രമക്കേസിൽ ഉൾപ്പെട്ട ആളല്ല സുരേഷ് എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് പോലീസ് ഇയാളെ വഴിയിൽ ഉപേക്ഷിച്ചത്. പിന്നീട് യഥാർത്ഥ പ്രതികളെ പിടികൂടുകയും ചെയ്തു. പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട് സുരേഷിന്റെ ഭാര്യ ബിന്ദു നൽകിയ പരാതിയിൽ കൊല്ലം റൂറൽ SP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് SI അടക്കം 5 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊല്ലം കൊട്ടാരക്കരയിലെ അവധൂതാശ്രമത്തിൽ പ്രതിദിനം 100 കണക്കിന് വിശ്വാസികൾ എത്താറുണ്ട്. ആശ്രമത്തിന് കോടികളുടെ ആസ്തിയുമുണ്ട്. അതിനാൽ തന്നെ അടുത്ത മഠാധിപതി ആരാകണമെന്ന കാര്യത്തിലും വലിയ തർക്കം നിലനിൽക്കുന്നു. അതിനിടെയാണ് ആശ്രമത്തിനുള്ളിൽ വെച്ച് ഒരു സ്വാമിക്ക് നേരെ ആക്രമണമുണ്ടായത്. രാമാനന്ദ ഭാരതി എന്ന സ്വാമിയെ മുളകുപൊടി വിതറി മർദ്ദിച്ചു വധിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ഒടുവിൽ പോലീസും നാട്ടുകാരും ചേർന്നാണ് സ്വാമിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ തട്ടാൻ ചില ബാഹ്യശക്തികളുടെ ഇടപെടൽ നടക്കുന്നതായും പരാതിയിൽ പറയുന്നു. പെട്ടെന്ന് മുറിയിലേക്ക് കടന്നുവന്ന മുഖംമൂടി ധരിച്ച ഒരാൾ കണ്ണിൽ മുളകുപൊടി വിതറി തന്നെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് രാമാനന്ദ ഭാരതി സ്വാമിയുടെ മൊഴി. കഴുത്തിന് കുത്തിപ്പിടിച്ചെന്നും ആശ്രമം വിട്ടു പോകണമെന്നാവശ്യപ്പെട്ട് കമ്പുകൊണ്ട് മർദ്ദിച്ചെന്നും പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് സ്വാമിക്ക് നേരെ വധശ്രമം ഉണ്ടായത്. പോലീസ് എത്തിയാണ് അദ്ദേഹത്തെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കണ്ണാടി അങ്ങ് തട്ടിക്കളഞ്ഞ് മുളകൊടി എറിഞ്ഞിട്ട് കൊങ്ങായിക്ക് കുത്തി ഇത്തിരി പിടിച്ചോണ്ടിരുന്നു. ഇതുവരെ നീ പോലീസിൽ പറഞ്ഞ നിന്നെ കൊല്ലും, നീ ആശ്രമം വിട്ട് പോകണം. രാമാനന്ദ ഭാരതി അടുത്ത മഠാധിപതിയാകുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദന കാരണം. തർക്കം നിലനിന്നിരുന്നതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്ന് കാട്ടി കോടതിയിൽ നിന്ന് സ്വാമി പോലീസ് സംരക്ഷണം നേടിയിരുന്നു. സംഭവത്തിൽ അന്വേഷണം വേണമെന്നും സ്വാമിയെ വകവരുത്തണമെന്ന് ചിലർ പറയുന്ന ശബ്ദ സന്ദേശം തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വലിയൊരു ഭൂമാഫിയ ഉണ്ട് ഇതിൻ്റെ പുറയിൽ. അതിനകത്ത് ഒരു ഹോട്ടൽ ഉടമ, തിരുവനന്തപുരത്തുള്ളൊരു വലിയ ഹോട്ടൽ ഉടമ ഇവിടെ വരാറുണ്ട്. വന്ന് ഇവർക്കെല്ലാം സമ്പത്ത് കൊടുക്കാറുണ്ട്. അതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കാം. ഒരു ഐഡിയകൾ പ്ലാൻ ചെയ്യുന്ന ഒരു ഓടിയാണ് എൻ്റെ ഉള്ളത്. എന്തൊക്കെ ചെയ്താൽ ഇയാളെ ആദ്യം ഇതിനകത്ത് കയറ്റണമെന്ന് അതിൽ പറയുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഇയാൾ ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഇതിൽ കയറിയിട്ട് 2-3 മാസമായിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രൊട്ടക്ഷനുള്ള സ്വാമിക്കുണ്ട്, ഈ ജയേന്ദ്രനുണ്ട്, ഈ മാനേജർക്കുണ്ട്. ഇവർ രണ്ടുപേരെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ പറഞ്ഞിരിക്കുന്നവരാണ്. ആ സ്വാമിയിലാണ് മുറിക്കകത്ത് കയറി കഥവ് ചവിട്ടിപ്പൊളിച്ചും അദ്ദേഹത്തിനെ കണ്ണിൽ മുളകൂടിയിട്ട് മുഖംമൂടിയിട്ട് വന്ന് അടിച്ചു എന്നാണ് പറഞ്ഞത്. ഇത് ശരിയുള്ള, അദ്ദേഹം വളരെ പ്രായമുള്ള ആളാണ്. ഭൂസ്വത്തുക്കളെല്ലാം ആശ്രമത്തിന് നൽകി 51 വർഷമായി ഇവിടെ സന്യാസ ജീവിതം നയിച്ചുവരുന്ന രാമാനന്ദ ഭാരതി ആശ്രമത്തിലെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളെയും പുറത്തുനിന്ന് അനാവശ്യ സന്ദർശകരുടെ വരവിനെയും ശക്തമായി എതിർത്തിരുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെ സന്യാസി വേഷം ധരിപ്പിച്ച് ആശ്രമത്തിൽ പാർപ്പിച്ചിട്ടുണ്ടെന്നും രാമാനന്ദ ഭാരതി സ്വാമിയുടെ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആശ്രമത്തിൽ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി. ന്യൂസ് 18 കൊട്ടാരക്കര. സ്ത്രീകൾ തനിച്ചു താമസിക്കുന്ന വീടുകളും കടകളും ലക്ഷ്യമിട്ട് കവർച്ചാ സംഘങ്ങൾ പതിയിരിക്കുന്നുണ്ട്.
ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയാൽ ഏത് സമയവും ആക്രമണവും കവർച്ചയും പ്രതീക്ഷിക്കാം. വർക്കല വെട്ടൂരിൽ വൃദ്ധയുടെ സ്വർണ്ണമാല കവർന്നത് കടയിൽ സിഗരറ്റ് വാങ്ങാനെന്ന വ്യാജേന എത്തിയവരാണ്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ രണ്ടുപേരെയും പോലീസ് പിടികൂടി. ചിലക്കൂർ സ്വദേശി സദാം ഹുസൈൻ, കോവൂർ സ്വദേശി രാജേഷ് എന്നിവരെയാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. വെട്ടൂർ ആശാൻ മുക്കിന് സമീപം കൊച്ചുവിള വീട്ടിൽ ശ്യാമളാദേവി എന്ന 71-കാരിയുടെ മാലയാണ് കവർന്നത്. ശ്യാമളാദേവി വീടിനോട് ചേർന്ന് നടത്തുന്ന സ്റ്റേഷനറി കടയിൽ ഞായറാഴ്ച രാവിലെ 11:45ഓടെയാണ് സംഭവം. കടയിലെത്തിയ രാജേഷ് സിഗരറ്റ് ആവശ്യപ്പെടുകയും സിഗരറ്റ് എടുത്തുകൊടുക്കുന്നതിനിടെ മാല പൊട്ടിച്ച് വഴിയിൽ ബൈക്കുമായി കാത്തുനിന്ന സദാം ഹുസൈനൊപ്പം രക്ഷപ്പെടുകയുമായിരുന്നു. മാലയുടെ ഒരു കഷ്ണം പൊട്ടി താഴെ വീണു. നാട്ടുകാരും പോലീസും സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ റോഡിൽ നിന്നും മാലയുടെ ഒരു കഷ്ണം കൂടി തിരികെ കിട്ടിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ചിലക്കല്ലൂർ സ്വദേശി സദാം ഹുസൈൻ, കോവൂർ സ്വദേശി രാജേഷ് എന്നിവർ പിടിയിലായത്. മോഷ്ടാക്കൾക്ക് ലഭിച്ച 1.5 പവനോളം സ്വർണം വർക്കലയിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ 50,000 രൂപയ്ക്ക് പണയം വെച്ചിരുന്നു. ഇത് പോലീസ് കണ്ടെടുത്തു. SHO പ്രവീണിന്റെ നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർ അഭിഷേകും സംഘവുമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ആറ്റിങ്ങൽ. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടവും ഗുണ്ടായിസവും നടക്കുന്ന സ്ഥലമാണ് കോഴിക്കോട് നഗരം. ഇത് പലപ്പോഴും കയ്യാങ്കളിയിൽ കലാശിക്കുന്നു എന്ന് മാത്രമല്ല, യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിച്ച സംഭവം ഇതിൽ ഒടുവിലത്തേതാണ്. ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 ബസ്സുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഓട്ടത്തിനിടെ സൈഡ് നൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് മാവൂർ റോഡ് ബസ് സ്റ്റാൻഡിൽ കൂട്ടത്തല്ലിൽ കലാശിച്ചത്. യൂണിഫോം ഇട്ട ജീവനക്കാർക്കൊപ്പം മറ്റു ചിലരും സംഘർഷത്തിൽ പങ്കുചേർന്നതായി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ ഉൾപ്പെട്ട 2 ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ ബസ്സുകൾ ഇനി കോടതിയുടെ ഉത്തരവ് ലഭിച്ചാലേ ഉടമകൾക്ക് തിരികെ ലഭിക്കൂ. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തത്. സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ ബസ് ജീവനക്കാരായ 8 പേർക്ക് സ്റ്റേഷനിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. നിയമങ്ങൾ കർശനമാക്കുമ്പോഴും റോഡിലെ അഭ്യാസ പ്രകടനങ്ങൾ അവസാനിക്കുന്നില്ല. റോഡിലെ സാഹസികത പലപ്പോഴും രാത്രി സമയങ്ങളിലാണ്. കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ രാത്രി കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം ശാസ്താംകോട്ട സ്വദേശികളായ 3 അംഗ സംഘമാണ് പിടിയിലായത്. സിനിമാ ഷൂട്ടിങ്ങിനിടെ അമിത വേഗതയിൽ പാഞ്ഞ കാറും അടുത്തിടെ കൊച്ചിയിൽ അപകടമുണ്ടാക്കിയിരുന്നു. ഇന്റർവ്യൂവിനായി കോഴിക്കോട്ടേക്ക് പോകുന്ന വഴിയിൽ കൊച്ചി MG റോഡിൽ വെച്ചാണ് യുവാക്കൾ കാറിന്റെ വാതിൽ കയറിയിരുന്ന അഭ്യാസ പ്രകടനം നടത്തിയത്. പിന്നിൽ വന്ന വാഹനത്തിലെ യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തി പോലീസിന് കൈമാറിയത്. തുടർന്ന് കച്ചേരിപ്പടിയിലെത്തി മദ്യലഹരിയിലായിരുന്ന 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സിനിമാ ഷൂട്ടിങ്ങിനിടെ അമിത വേഗതയിൽ പാഞ്ഞ കാറും അടുത്തയിടെ കൊച്ചിയിൽ അപകടമുണ്ടാക്കിയിരുന്നു. പുലർച്ചെ 1:30-നാണ് MG റോഡിൽ അപകടമുണ്ടായത്. അരുൺ ഡി ജോസ് സംവിധാനം ചെയ്യുന്ന ബ്രോമൻസ് എന്ന ചിത്രത്തിലെ ചേസിംഗ് രംഗം ചിത്രീകരിക്കുന്നതിനിടെയാണ് കാർ അപകടത്തിൽപ്പെട്ടത്. നടന്മാരായ അർജുൻ അശോക്, സംഗീത് പ്രതാപ് എന്നിവരുൾപ്പെടെ 5 പേർക്ക് അന്ന് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിക്കുകയും
ഈ കാർ തൊട്ടടുത്ത് നിർത്തിയിരുന്ന സ്വിഗ്ഗി ഡെലിവറി ബൈക്കിലിടിക്കുകയും ചെയ്തു. ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിൽ അമിത വേഗത്തിൽ വാഹനമോടിച്ചതിന് പോലീസ് കേസെടുത്തിരുന്നെങ്കിലും തുടർ നടപടിയുണ്ടായില്ല. മുൻകൂർ അനുമതിയില്ലാതെയാണ് അന്ന് ചിത്രീകരണം നടത്തിയതും. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയ വാർത്തയാണ് പോലീസ് പട്രോൾ ഇനി പരിശോധിക്കുന്നത്. നറുക്കെടുപ്പിൽ 5000 രൂപ ലഭിച്ച കാരുണ്യ പ്ലസ് ലോട്ടറി ടിക്കറ്റിന്റെ ഫോട്ടോ കോപ്പി തയ്യാറാക്കിയാണ് ഏജൻസികളിൽ നിന്നടക്കം 3 അംഗ സംഘം പണം തട്ടിയത്. ഏജൻസികളുടെ പരാതിയിൽ പോലീസ് 2 പേരെ പിടികൂടി. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. വ്യാഴാഴ്ച നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. നറുക്കെടുപ്പിൽ 5000 രൂപ സമ്മാനം അടിച്ച നമ്പറിന്റെ വിവിധ സീരീസുകളിലെ ടിക്കറ്റുകളുടെ കളർ പതിപ്പ് വ്യാജമായി തയ്യാറാക്കി വിവിധയിടങ്ങളിലെ ഏജൻസിയിലെത്തി ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം കൈപ്പറ്റുകയായിരുന്നു. കേരള ലോട്ടറിയുടെ നറുക്കെടുപ്പ് കഴിയുമ്പോൾ സമ്മാനം അടിക്കുന്ന ഒരു ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് അതിലൂടെ വിവിധ കോപ്പികൾ ഉണ്ടാക്കുന്നു. വിവിധ കോപ്പികൾ ഉണ്ടാക്കി സമ്മാനം അടിച്ചതെന്നുള്ള വ്യാജേന പല കടകളിലും കച്ചവടക്കാരുടെ അടുത്ത് സമീപിച്ച് 5000 രൂപയോളം തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം പ്രവർത്തിച്ചിരുന്നതായിട്ട് കാണാൻ സാധിച്ചു. ഇത് സാധാരണക്കാരായ നടന്ന് കച്ചവടക്കാരെ പോലും ഇവർ കൊണ്ട് ഈ 5000 കൊടുക്കുന്നു. അവർ പറയുകയാണ് ഞങ്ങളുടെ ഇത്രയും പൈസ എടുക്കാൻ ഇപ്പോൾ ഇല്ല. ഉടനെ ഇവർ തിരിച്ചു കഴിഞ്ഞ് എത്രയുണ്ട്, അതിൻ്റെ ഒരു 4000 ഉള്ളൂ, 4000 ഇതാ ബാക്കി ടിക്കറ്റ് തന്നേക്കെന്ന് പറയും. പെട്ടെന്ന് ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ ഇത്ര ഒരു കച്ചവടം നടക്കണമല്ല എന്ന് ഓർത്ത് എങ്ങനെയെങ്കിലും തപ്പിപ്പറിക്ക് 4000 കൊടുത്തിട്ട് ബാക്കി ടിക്കറ്റും കൂടി കൊടുത്ത് ഇവർ അതുമായിട്ട് സ്ഥലം വിടുന്നു. 4851 എന്ന നമ്പറിൽ അവസാനിക്കുന്ന ലോട്ടറി ടിക്കറ്റിന്റെ വിവിധ സീരീസുകളിലുള്ള പകർപ്പ് തട്ടിപ്പ് സംഘം നിർമ്മിച്ചു. അതോടൊപ്പം കട്ടപ്പനയിലെ ഒരു ഏജൻസിയുടെ സീലും നിർമ്മിച്ചായിരുന്നു തട്ടിപ്പ്. ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്ത കള്ള ടിക്കറ്റുകൾ ഏജൻസികൾക്ക് പുറമെ ചെറുകിട വിൽപ്പനക്കാരിൽ നിന്നും മാറിയിട്ടുണ്ടെന്നാണ് നിഗമനം. നിലവിൽ കട്ടപ്പനയിലെ 2 ഏജൻസികളിലും നെടുങ്കണ്ടത്ത് ഒരു ഏജൻസിയിലും തൂക്കുപാലത്ത് 2 ഏജൻസികളിലും സംഘം തട്ടിപ്പ് നടത്തി. വിവിധ ഏജൻസികൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നെടുങ്കണ്ടം ബാലഗ്രാം സ്വദേശികളായ കണ്ണങ്കേരിൽ സുബിൻ, മണിമന്ദിരത്തിൽ അനീഷ് എന്നിവരെ പിടികൂടിയത്. കേസിൽ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട്. ന്യൂസ് 18 ഇടുക്കി. തട്ടിപ്പ് സംഘങ്ങൾ പല രീതിയിലാണ് ആളുകളെ കബളിപ്പിക്കുന്നത്. സമ്പന്നരെന്ന് തോന്നുന്ന വിധം നല്ല വസ്ത്രം ധരിച്ച് വലിയ വാഹനങ്ങളിലെത്തിയാൽ പലരും സംശയിക്കില്ല. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ഇങ്ങനെ മാന്യമായ വസ്ത്രം ധരിച്ചു വന്നവരാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും മുക്കുമണ്ടം പണയം വെച്ച് 15 ലക്ഷം രൂപ തട്ടിയെടുത്തത്. വിവിധ കാലയളവിലായി മുക്കുമണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ചിറയൻകീഴ് സ്വദേശി സിദ്ദിഖ്, ആറ്റിങ്ങൽ സ്വദേശി അജിത്ത്, കൊല്ലം പരവൂർ സ്വദേശിനി വിജി എന്നിവരാണ് പിടിയിലായത്. ചെമ്പ്, വെള്ളി ആഭരണങ്ങളിൽ ആകെ തൂക്കത്തിന്റെ 10 മുതൽ 15% വരെ സ്വർണം പൂശിയായിരുന്നു തട്ടിപ്പ്. ധനകാര്യ സ്ഥാപനങ്ങളിലെ പ്രാഥമിക പരിശോധനയിൽ സ്വർണ്ണാഭരണമെന്ന് ധരിപ്പിച്ച് 15 ലക്ഷത്തിലധികം രൂപയാണ് സംഘം തട്ടിയെടുത്തത്. ആറ്റിങ്ങൽ ആലംകോട് വൃന്ദാവൻ ഫൈനാൻസിയേഴ്സിൽ ഈ വർഷം ജനുവരി മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ ഏകദേശം 50 പവനോളം മുക്കുപണ്ടമാണ് ഇവർ പണയം വെച്ചത്. വ്യാജമായി നിർമ്മിച്ച ആധാർ കാർഡ്, ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡ്, ഉത്തരേന്ത്യക്കാരുടെ പേരിലെടുത്ത മൊബൈൽ കണക്ഷൻ എന്നിവ ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. സംഭവത്തിൽ ചിറയൻകീഴ് അഴൂർ സ്വദേശി സിദ്ദിഖ്, കൊല്ലം പരവൂർ സ്വദേശിനി വിജി, ആറ്റിങ്ങൽ മാങ്കൂട്ടുമൂല സ്വദേശി അജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ബംഗളൂരു സ്വദേശിയിൽ നിന്നാണ് ഇവർ സ്വർണം പൂശിയ ആഭരണങ്ങൾ വാങ്ങിയിരുന്നത്. ഹോൾമാർക്ക് പതിപ്പിച്ചിട്ടുള്ള ഈ ആഭരണങ്ങൾ സാധാരണ രീതിയിൽ അപ്രൈസർമാർ പരിശോധിച്ചാൽ മനസ്സിലാകില്ലെന്ന് പോലീസ് പറയുന്നു. സമ്പന്നരെന്ന് തോന്നിക്കും വിധം വസ്ത്രം ധരിച്ചെത്തുന്ന സംഘം സ്ത്രീകൾ മാനേജർമാരായി ഇരിക്കുന്ന സ്ഥാപനങ്ങളെയാണ് കൂടുതലും ലക്ഷ്യം വെച്ചിരുന്നത്. മറ്റു ചില ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രതികൾ പല പേരുകളിൽ പണയം വെച്ചിട്ടുള്ളതായി അന്വേഷണത്തിൽ വ്യക്തമായി. പല പേരിലും വിലാസങ്ങളിലുമുള്ള ആധാർ കാർഡിന്റെ കോപ്പികളും പ്രതികളിൽ നിന്നും കണ്ടെടുത്തു.
ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാലിന്റെ നിർദ്ദേശപ്രകാരം SHO ഗോപകുമാർ ജി, SIമാരായ സജിത് എസ്, ജിഷ്ണു MS, SCPO ശരത് കുമാർ LR, പ്രേംകുമാർ, CPO വിഷ്ണുലാൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ആറ്റിങ്ങൽ. മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ കൊച്ചിയിലെ വീട്ടിൽ NIA റെയ്ഡ്. പുലർച്ചെ 6:15 തേവയ്ക്കലിലെ വീട്ടിലെത്തിയ സംഘം വാതിൽ പൊളിച്ചാണ് അകത്ത് കയറിയത്. ഹൈദരാബാദിൽ നിന്നുള്ള NIA സംഘമാണ് കൊച്ചിയിലെത്തിയത്. ലാപ്ടോപ്പ് അടക്കമുള്ളവ NIA പിടിച്ചെടുത്തു. നടപടിയെ നിയമപരമായി നേരിടുമെന്ന് മുരളി കണ്ണമ്പള്ളി വ്യക്തമാക്കി. മുരളി കണ്ണമ്പള്ളിയുടെ വസതിയിൽ നിന്ന് ലാപ്ടോപ്പും അതോടൊപ്പം തന്നെ പെൻ ഡ്രൈവുകളും തന്റെ മൊബൈൽ ഫോണും പിടിച്ചെടുത്തതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഏതാണ്ട് ഇത്തരം സുദീർഘമായ ഒരു പരിശോധനയാണ് തെലങ്കാനയിൽ നിന്നെത്തിയ NIA സംഘം നടത്തിയിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു ഇവിടേക്ക് NIA സംഘം എത്തുകയും ഇതിൽ നിന്ന് എന്താണ് ഇതുമായി ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്തത്. തെലങ്കാനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ഈ സംഘത്തിന് ഒപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ആ പരിശോധന പൂർത്തിയാക്കി അവർ മടങ്ങുകയും ചെയ്തിരുന്നു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. കളമശ്ശേരി ആ ക്യാമ്പിലേക്ക് തന്നെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതായിട്ട് മുരളി കണ്ണമ്പള്ളി തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ഈ പശ്ചിമ മേഖല സോണൽ കമ്മിറ്റിയോ മറ്റോ അവര് കമ്മിറ്റി കൂടി ഞാൻ ഉൾപ്പെടെയുള്ള കുറെ ആൾക്കാരെ CPI മാവോയിസ്റ്റിന് വേണ്ടി പരസ്യപ്രചരണം നടത്താനായിട്ടുള്ള ചുമതലപ്പെടുത്തി. ഇതാണ് കേസ്. അപ്പൊ NIAക്ക് കേസിനെ ഒന്ന് പൊലിപ്പിക്കണം. അപ്പൊ ഇപ്പൊ അവര് പൊലിപ്പിക്കണം എങ്ങനെയാണ്? ഒളിവിലുള്ള ആരാണ്ട് ഒരാളെ ഞാൻ സഹായിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിനുള്ള തെളിവ് ശേഖരിക്കാന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു റെയ്ഡിന്റെയോ അന്വേഷണത്തിന്റെയോ ഒരു ആവശ്യം, കേസ് തന്നെ കള്ളക്കേസാണ്. ഇറ്റ്സ് എ ബേസ്ലെസ് കേസ്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. CPM കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമണത്തിൽ 4 SDPI പ്രവർത്തകർ അറസ്റ്റിൽ. മുനീർ, അൽ അമീൻ പേഴുമൂട്, അൽ അമീൻ ചൂണ്ടുപലക, നിഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. SDPIയുടെ പരാതിയിൽ 2 CPM പ്രവർത്തകരും കസ്റ്റഡിയിൽ. ആറ്റിങ്ങലിൽ റൂഫിംഗ് ഷിംഗിൾസിന്റെ ഏജൻസി വാഗ്ദാനം ചെയ്ത് 18 ലക്ഷം രൂപ തട്ടിയെടുത്തയാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് പൂയപ്പള്ളി സ്വദേശി അജി തോമസ്. വണ്ടിപ്പെരിയാർ നെല്ലിമലയിൽ നിന്ന് ചന്ദനം മോഷ്ടിച്ച കേസിൽ 2 പ്രതികൾ അറസ്റ്റിൽ. 7 കിലോ ചന്ദന കഷ്ണങ്ങളുമായി വനം വകുപ്പിന്റെ പിടിയിലായത് പശുമല സ്വദേശികളായ ജോമോൻ, മണികണ്ഠൻ എന്നിവർ. 750 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കൾ ചാവക്കാട് പിടിയിൽ. ചാവക്കാട് കടപ്പുറം സ്വദേശികളായ മുഹസിൻ, മുദസ്സിർ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ പയ്യന്നൂരിൽ വ്യാപാരികളുടെയും പോലീസിന്റെയും ഉറക്കം കെടുത്തിയ അന്തർ സംസ്ഥാന മോഷ്ടാവ് പിടിയിലായി. പിടിയിലായത് പയ്യന്നൂരിൽ മാത്രം 12 കവർച്ചകൾ നടത്തിയ കോയമ്പത്തൂർ സ്വദേശി ജോൺ പീറ്റർ എന്ന ശക്തിവേൽ. കൊൽക്കത്ത ആർചേക്കർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറുടെ കൊലക്കേസ് CBI അന്വേഷിക്കും. കൊൽക്കത്ത ഹൈക്കോടതിയാണ് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സഹോദരിയെ കാണാൻ പോകണമെന്നാവശ്യപ്പെട്ടതിന് യുവതിയെ ബൈക്കിൽ കെട്ടി വലിച്ചിഴച്ച് ഭർത്താവിന്റെ ക്രൂരത. രാജസ്ഥാനിലെ നഗൌർ ജില്ലയിൽ നടന്ന സംഭവത്തിൽ ഭർത്താവ് പ്രേം രാം മേഘവാൾ അറസ്റ്റിലായി. ലഹരി സംഘങ്ങൾ പെൺകുട്ടികളെയും യുവതികളെയും ഉപയോഗിച്ചാണ് കഞ്ചാവും MDMAയും ഇപ്പോൾ കടത്തുന്നത്. ഇങ്ങനെ അന്തർ സംസ്ഥാന ബസ്സിൽ ലഹരി കടത്തിയ സംഘത്തിലെ 4 പേർ മലപ്പുറം അരീക്കോട് പിടിയിലായി. കോഴിക്കോട് സ്വദേശി ജിപ്സി രാജ്, പുതുപ്പാടി സ്വദേശി അജ്മൽ, മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി അജ്മൽ, കൊളത്തൂർ സ്വദേശി ഷെഫീഖ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ ബംഗളൂരുവിൽ നിന്നും മലപ്പുറത്തേക്ക് വന്ന ബസ്സിൽ നിന്നാണ് കോഴിക്കോട് സ്വദേശിയായ യുവതിയെ MDMAയുമായി അറസ്റ്റ് ചെയ്തത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി കടത്ത് സംഘത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. ആരാണ് ഈ സംഘത്തിന് ലഹരി എത്തിച്ചു കൊടുക്കുന്നത്? ആരെ ലക്ഷ്യമിട്ടാണ് ലഹരി ഇടപാടുകൾ? പോലീസ് പരിശോധിക്കണം. ഇതോടെ ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കണ്ട